എവരിവൺ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇതിന് മുന്നേ ഞാൻ ബ്രൈഡ് ടു ബീൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞാൽ നമ്മുടെ അറബിക് നൈറ്റിൻ്റെ ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇതിനെടുത്ത കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് വാച്ച് ചെയ്തിട്ട് വായോ. ഇഷാബാങ്ക് കൊടുക്കുന്ന സമയത്താട്ടോ നമ്മൾ ഏകദേശം ഇവിടെ എത്തുന്നത്. അങ്ങനെ ഇതാ നമ്മൾ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ ആരുടെ കല്യാണമെന്ന് ഞാൻ പറയണ്ടെന്ന് വിചാരിക്കുന്നു. മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ പോയി കാണാം. ബ്രൈഡ് ടു ബീൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ വിശദമായിട്ട് പരിചയപ്പെടുത്തി തരുന്നത്. ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇപ്പം ഇവിടെ ആരും കാണൂല കേട്ടോ. കാരണം എല്ലാവരും ഒരുങ്ങുന്ന തിരക്കിലാണ്. ഞങ്ങൾ കയറി വന്നപ്പോൾ വിചാരിച്ചു അയ്യോ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതാണ് കേട്ടോ ബ്രൈഡിൻ്റെ ഉപ്പ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എളാപ്പയാണ്. ആ കുട്ടികളൊക്കെ പറത്തിട്ട് വന്നപ്പോൾ എന്താണ് മുഞ്ച് നിങ്ങൾ എന്നെ പറയട്ടോ. നല്ല ഭംഗിയുണ്ട് കുട്ടികൾ ഈ പറഞ്ഞ് ഈ ഒരു സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തപ്പോൾ തന്നെ. അതുപോലെ തന്നെ ഇതാണ് പെണ്ണിൻ്റെ റൂം. ഇവിടെ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തോടെ തീരുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് കാണിച്ചു തരാം. കാരണം ഇന്നും പരിപാടി വരുന്നുണ്ടല്ലോ. ഇന്ന് DJ നൈറ്റ്, നാളെ എന്തായിരുന്നു നാളെ പിന്നെ കല്യാണത്തിൻ്റെ തലേന്നാണ്. അപ്പം നമ്മളെല്ലാവരും ആ ഒരു ഔട്ട്ഫിറ്റ് നിങ്ങൾ നാളെ കണ്ടാൽ മീൻസ് വ്യാഴാഴ്ച കണ്ടാൽ മതി. വ്യാഴാഴ്ചത്തെ വീഡിയോ പോസ്റ്റ് ചെയ്ത് വരുമ്പോൾ എന്തായാലും പിറ്റേ ദിവസവും കല്യാണ ദിവസമായിരിക്കാം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ വീഡിയോ വരണമെന്നില്ല കേട്ടോ. എൻ്റെ മൂഡ് പോലെ ഇരിക്കും. ചിലപ്പം വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിടാൻ വലിയ മടിയാണ്. അപ്പം ബ്രൈഡിൻ്റെ റൂം അതാണ്. ഒന്നെങ്കിൽ ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഡൈനിയാളിൽ ഹാങ് ചെയ്തിട്ടുള്ള ഈ ഒരു ബൾബുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തന്നാൽ കേട്ടോ. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ പിന്നെ പുറത്ത് ലൈറ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ പന്തലിൻ്റെ പരിപാടികൾ. ഇപ്പം പന്തലിനേക്കാളും മെയിൻ ഈ ഒരു ലൈറ്റ് അലങ്കാരമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം എല്ലായിടത്തും ഇങ്ങനെ തന്നെ. പക്ഷേ ഇപ്പം മഴക്കാലമാണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് മഴയുണ്ട്. ഇനിയിപ്പം കല്യാണം കഴിയുന്നവരെ മഴ പെയ്യല്ലേ എന്നാണ്. അതാകുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് കൂടാമല്ലോ. പിന്നെ അതുമല്ല കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് എടുത്ത് കളറാക്കും ചെയ്യാം. ഇത് വലിയ മോൻ്റെ ചെറിയ മോനാട്ടോ. പിന്നെ ബാക്കിലുള്ളതാണ് ബ്രൈഡിൻ്റെ രണ്ടാമത്തെ കാക്ക. വലിയ കാക്കനെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഞാൻ വീഡിയോയിൽ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വെച്ചാൽ ബ്രൈഡിൻ്റെ ഫാമിലീനെ നിങ്ങൾ ഫുള്ള് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഇതാ പിന്നെ അവരെ മൂത്താപ്പൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഈ ഒരു അറബിക് നൈറ്റിൻ്റെ ഫോട്ടോഷൂട്ട് വീഡിയോസ് എടുക്കലൊക്കെ. അപ്പോൾ ഞാൻ ആ വീടും ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ നോക്കിയ കുട്ടികളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ബാക്കിയുള്ള മക്കൾസിനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം അബായിട്ടുള്ള കുട്ടീനെ ഞാൻ കാണിച്ചു തന്നില്ലേ, അത് ബ്രൈഡിൻ്റെ വലിയ കാക്കൻ്റെ മോളാണ് കേട്ടോ. രണ്ടാമത്തെ മോളാണ്. വലിയ മോനാണ് ഇപ്രതായി കളിക്കുന്നത് കേട്ടോ. പിന്നെ ഇതൊക്കെ അവരെ ഉപ്പാടെ ഫാമിലിയാണ്. പിന്നെ എല്ലാവരും പിന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്ത് തലയിൽ വെക്കാനുള്ള ഇതിലാണ് എല്ലാവരും. എനിക്ക് എൻ്റെ സംഭവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഇടയിലാണ് അത് പൊട്ടിയത് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പം പിന്നെ അത് റെഡി ആക്കിക്കോളി എന്നിട്ട് മതി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അത് അവിടെ കുട്ടികളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതാണ് കേട്ടോ അവളെ വലിയ ആങ്ങളുടെ വൈഫ്. കുട്ടീൻ്റെ തലയിൽ ആ സംഭവം ഇട്ടുന്നില്ലേ. പിന്നെ ഈ സൈഡിൽ കുഞ്ഞു കുട്ടീനെ കാണുന്നില്ലേ, അത് രണ്ടാമത്തെ കാക്കൻ്റെ വൈഫുമാണ് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു കുട്ടിയാണ് അവളുടെ രണ്ടാമത്തെ കാക്കൻ്റെ മോളാട്ടോ. അതും ഇതുപോലെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിനാണെങ്കിലോ ഈ ഒരു സംഭവം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എടുത്തെറിയാനൊക്കെ തോന്നുന്നുണ്ട്. കുറച്ച് നേരം നല്ല ക്യൂട്ടായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട്. മക്കളൊക്കെ ഇങ്ങനെ ഇട്ട് നിൽക്കുമ്പോൾ തന്നെ ആ ബായിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ മക്കളെ കാണാൻ. കുട്ടികളൊക്കെ റെഡിയാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്ന ആൾ നോക്കി ആളൊക്കെ സെറ്റായി നിൽക്കുക. ചിലവരെ ഈ ഒരു അറബിക് നൈറ്റിന് യൂസ് ആക്കുന്ന ഈ ഒരു സംഭവം അതിനെന്താ പേരെന്നൊന്നും അറിയില്ല. ഈ ഒരു സംഭവം പല രീതിയിലാണ് തോന്നുന്നത് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരു സിമ്പിൾ ടൈപ്പായിട്ടാണ് ഇട്ടിട്ട്. എൻ്റെ കോലം നോക്കിയാൽ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യം ചിരി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണിച്ചിരുന്നതിന് മുന്നേ ഞാൻ തന്നെ ആദ്യം ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ എടുത്തിട്ട്. പിന്നെ കുഴപ്പമില്ല. കുട്ടികളൊക്കെ അപായിട്ടിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് പറയണേ. കാണിച്ചത് ചെറിയ അമ്മൻ്റെ ചെറിയ മോളെ കേട്ടോ. ആൾ ഇങ്ങനെ ഇട്ടാലാണല്ലോ ഭംഗി എന്ന് പറയുന്നുണ്ടായിരുന്നത്. ഇത് നോക്കിയാൽ ഇതിൽ കുറേ കുട്ടികളുണ്ട്, വലിയവരുണ്ട്. അങ്ങനെ എല്ലാവരും ഇതൊക്കെ ഇട്ടിട്ട് ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുക്കാനുള്ള സെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ബ്രൈഡാണ് കേട്ടോ ഇത്. ബ്രൈഡിനെ ഞാൻ ജസ്റ്റ് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പം ബ്രൈഡാണ് ഇത്. അപ്പോൾ ബ്രൈഡിനെ ഒരു വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടുത്തെ വീഡിയോ ആണ് ഞാൻ ഫസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് എടുത്ത വീഡിയോസ് കാര്യങ്ങളൊക്കെ കുട്ടികളൊക്കെ നോക്ക് നല്ല ഭംഗിയുണ്ട്. എനിക്ക് സത്യത്തിൽ നമ്മൾ വലിയവരിട്ടതിനേക്കാളും ഭംഗി തോന്നുന്നു മക്കൾ ഇട്ടുമ്പോൾ തന്നെ കേട്ടോ. ആ ചെറിയ ആൾ നോക്കി അതൊക്കെ ഊരി ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ആക്കിന് ദേഷ്യം പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് വലിയ അമ്മോനാട്ടോ. ചെറിയ അമ്മോന് പിന്നെ ഇപ്പം അടുത്ത് വന്നു പോയതുകൊണ്ട് തന്നെ ചെറിയ അമ്മോനക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ.
പിന്നെ ഞാൻ എൻ്റെ ഇടയിൽ ഇങ്ങനെ പറയുമായിരുന്നേ ഞങ്ങളെ കൂടെ ബ്ലാക്ക് മാച്ചാക്കി ഇട്ടതല്ലേ. നമ്മളെ ഫോട്ടോഗ്രാഫർ നമ്മളെ വലിയ മോനാണ് കേട്ടോ. ചെറിയ ആളെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. വലിയ മോനെന്ന് പറയുമ്പോൾ ആൺകുട്ടികളേൽ അവരെ വലുത് എന്നാട്ടോ ഉദ്ദേശിച്ചത്. മൂത്തത് 2 പെൺകുട്ടികളാണ്, മൂന്നാമത്തതാണ് അവന്. 4ാമത്തെ മോനെ ഞാൻ വീഡിയോയിൽ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടല്ലോ. ഫോട്ടോഗ്രാഫർ ആളാണ് കേട്ടോ. ആൾ നല്ല തകർത്ത് നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് തരുന്നുണ്ട് കേട്ടോ. ആൾ എഡിറ്റ് ചെയ്ത വീഡിയോ തന്നെയാണ് ഞാൻ ഫസ്റ്റിൽ ഇട്ടതും. അപ്പോൾ അതിൽ മ്യൂസിക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുമല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലിപ്പാണ് നിങ്ങൾ ഫസ്റ്റിൽ കണ്ടിട്ടുണ്ടാവുക. അവരിവിടെ ബ്രൈഡ് എപ്പം വരും എന്നുള്ള കട്ട വെയിറ്റിങ്ങിനാണ് കേട്ടോ. അങ്ങനെ അവിടുത്തെ ഫോട്ടോ ഷൂട്ടും വീഡിയോസൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ആ ബ്രൈഡ് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി സ്റ്റെയറിൻ്റെ അവിടെ നിന്നാണ് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളതും ഉണ്ടാവും. ഇതാണ് കേട്ടോ ബ്രൈഡിൻ്റെ വലിയ ബ്രദർ വരുന്നത്. നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോ ക്ലിപ്പിൻ്റെ സൈഡിൽ നിൽക്കുന്ന കണ്ടില്ലേ, ഇതാണ് അവളെ വലിയ ബ്രദർ വരുന്നത് കേട്ടോ. 2ാമത്തെ ആളെ ഞാൻ കാണിച്ചെന്നു, 3ാമത്തെ ആളെ ഞാൻ മറ്റേ വീഡിയോയിലും കാണിച്ചു തരുന്നുണ്ട്, ഇതിലും കാണിച്ചിട്ടുണ്ട്. ഇതാണ് 3ാമത്തെ ആൾ, അറിയാമല്ലോ. 2ാമത്തെ ആളെയും നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവരൊക്കെയാണ്. പിന്നെ 4ാമത്തെ ആട്ടോ ബ്രൈഡ് ടു ബി വീഡിയോയിൽ അവളെ 2 ആങ്ങളമാരില്ലായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഞാൻ അവരൊക്കെ പ്രത്യേകം പറഞ്ഞ് കാണിച്ചു തന്നെ കേട്ടോ. ഈ സൈഡിൽ നിൽക്കണതാണ് വലിയ കാക്ക, ആ സൈഡിൽ കൂടെ പോയതാണ് ഇയാളാണ് 2ാമത്തെ കാക്ക. പിന്നെ 3ാമത്തെ കാക്കയാണ് അവിടെ ഇരുന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പം ബ്രൈഡിൻ്റെ വീട്ടുകാരൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് രാത്രി DJ നൈറ്റ്, നാളായിരിക്കും പോസ്റ്റ് ചെയ്യുക ഇൻഷാ അല്ലാ. അതുപോലെ തന്നെ വ്യാഴാഴ്ച രാത്രി മെഹന്തി നൈറ്റാണ്. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് കല്യാണം വരുന്നത്. ഗേൾസൊക്കെ വീഡിയോക്ക് നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളും തിരിച്ച് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, വെള്ളിയാഴ്ച കല്യാണം എന്നൊന്നും ചോദിച്ച് വരണ്ട, വൈകുന്നേരം റിസപ്ഷനാണ്, വൈകുന്നേര പരിപാടിയാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് നിക്കാഹും വരുന്നത് കേട്ടോ. 4 മണിക്കറ്റാണെന്നാണ് നിക്കാഹ് കേട്ടത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അങ്ങനെയൊക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ വ്യാഴാഴ്ച വരുന്നത് നമ്മുടെ മെഹന്തി നൈറ്റാണ് കേട്ടോ. അതിൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊള്ളൂ എന്തായിരിക്കും എന്നുള്ളത്. നിങ്ങളൊന്ന് ഗസ് ചെയ്യട്ടോ എന്തായിരിക്കും എന്നുള്ളത്, എന്നിട്ടൊന്ന് കമൻറ്റ് അയക്കണേ. അങ്ങനെ ഞങ്ങളൊക്കെ സ്റ്റേറിൻ്റെ അവിടെ ഇങ്ങനെ റെഡി ആയി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇത് ഫില്ല് ചെയ്ത് നിൽക്കണം എന്ന് അവർ കുറേ നേരമായിട്ടോ പറയുന്നത്. പക്ഷേ ഞങ്ങൾ ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും, എന്നെ സ്റ്റെയർമെന്ന് തപ്പി പിടിച്ചും കൊണ്ടായിട്ടാണ് ഇറങ്ങുന്നത്. കാരണം ബാക്കിൽ ഓരോരുത്തരെ അപായ ചവിട്ടി കഴിഞ്ഞാൽ വീഴോ എന്നുള്ള പേടിയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ 2ാമതും ഇങ്ങോട്ടേക്ക് മേലേക്ക് കയറ്റിട്ടോ ടേക്ക് എടുത്തിട്ടുള്ളൂ. കാരണം ആൾ പൊളിയാണ് വീഡിയോ എടുക്കുന്ന ആൾ. പിന്നെ ഇവിടെ ഇരുന്ന ഒരാൾ അടുത്തത് എന്ത് പറയാമെന്നുള്ള ചിന്തിക്കുകയാണ്. വീഡിയോഗ്രാഫറെ എന്തായാലും സമ്മതിക്കണം കേട്ടോ. ആൾ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ഇത് ഫേസിൽ നിങ്ങൾ കാണുന്നുണ്ടോ, ഇതാണ് കേട്ടോ. പിന്നെ അവളെ വലിയ കാക്ക വരുന്നത്. അപ്പം ഇനിയിപ്പോൾ ഫേസ് ആരും കണ്ടില്ല എന്ന് പറയാം. 3 ആങ്ങളാർക്കുള്ള ഒരേ ഒരു പെങ്ങളാണ്. അപ്പോൾ അതിന് മാത്രം അവർ വീഡിയോ കളറാക്കുമല്ലോ. അതുകൊണ്ട് തന്നെ 3-4 ദിവസമുള്ള പരിപാടിയും കൂടെ ആണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ ഈ കൈ കൊണ്ട് ഈ സലാം പറയുമ്പോൾ നമുക്ക് തന്നെ ചിരി വരുമായിരുന്നു കേട്ടോ. ഓരോരുത്തർ ചിരിച്ചിട്ട് മടിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു അറബിക് നൈറ്റ് ഫസ്റ്റ് ആയിട്ടാണ് നമ്മളെ ഫാമിലിയിൽ വെക്കുന്നതും നടത്തുന്നതൊക്കെ. കാരണം ഈ ചെറിയ ആളെ പ്ലാനിങ് ആയിരുന്നു ഇങ്ങനെയൊക്കെ പരിപാടി വേണം എന്നുള്ളത്. ആദ്യമേ ഗ്രൂപ്പിൽ ഇത്ര ദിവസം ഇന്ന പരിപാടി ഇത് എന്നൊക്കെ ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമേ നമുക്കുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പരിപാടി എന്തായാലും കളറാക്കിയിട്ടുണ്ട്. പിന്നെ ഫോട്ടോ എടുപ്പ്, വീഡിയോ ഷൂട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഫോട്ടോ എടുപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക് പ്ലാന്റ് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടം തോന്നി കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. അപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ അങ്ങനെ നമ്മൾ ബ്രൈഡിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ബ്രൈഡിൻ്റെ വീട് ഇതാണ് കേട്ടോ വരുന്നത്. ഈ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലെത്താൻ വേണ്ടി 11 മണിയായിട്ടാണ് കല്യാണത്തിൻ്റെ സെക്കൻഡ് ഡേത്തെ പരിപാടി കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കിയേക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണേ. അടുത്ത നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ.